ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോ ഹോണ്ട ഹങ്ക് വണ്ടി, അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ MC സബ് അസംബ്ലി കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് തന്നെ ആ ഫുള്ളായിട്ടുള്ള യൂണിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. MC സബ് അസംബ്ലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമാണ്. കാരണം ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ട് പഴക്കത്തിൻ്റേതായിട്ടനുസരിച്ചിട്ടുള്ള പ്രോബ്ലമാണത്. നമ്മൾ പുതിയത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 1260 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. പിന്നെ ആ ബ്രേക്കിൻ്റെ ലിവറും ബെൻഡായിരിക്കണതുകൊണ്ട് നമുക്ക് അതും മാറ്റാതെ കൊണ്ട് മാർഗ്ഗമില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോഴാണ് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ബ്രേക്ക് ലിവറിന് 170 രൂപ ഉണ്ട്. പിസ്റ്റൺ സീൽ വരുമ്പോഴത്തേക്കും 49 രൂപ തന്നെ. ഹീറോയിലേക്ക് വരുമ്പോൾ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഹോണ്ടയുടെ എടുത്തട്ടോ. ഹീറോയിലേക്ക് വരുമ്പോൾ 190 അടുത്ത് വരും ഈ ഒറ്റ പീസിന് മാത്രം. അപ്പോൾ അത് ഹോണ്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ബൂട്ട് സെറ്റ് ഉണ്ടോ. പിസ്റ്റൺ സീൽ ഇതാണ്. ബൂട്ട് സെറ്റ് ആ റേറ്റ് വരുള്ളൂ. ഇത് ഈ പിസ്റ്റൺ സീലിന് 43 രൂപയിനകത്ത് വരാം. പക്ഷേ ഹീറോയിലേക്ക് വരുമ്പോഴത്തേക്ക് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹോണ്ടയുടെ നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ 100-120 ചിലാൻ്റെ അവിടെ വ്യത്യാസം വരുന്നത്. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് മാറ്റണം. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടാണ് റീസെറ്റ് ചെയ്യണം കേട്ടോ. ബ്രേക്ക് പാഡ് നമ്മൾ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ബ്രേക്ക് പാഡ് നമ്മൾ അത് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തിട്ട് കയറ്റിയായിരുന്നു. ഇപ്പോൾ ബാറ്ററി ഓൾറെഡി 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കൂടി നമ്മൾ നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സെൽഫ് അടിച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. പതിനാല് വോൾട്ടിന് മുകളിലൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയാണ് സ്റ്റാർട്ടിങ്ങിലെ ഓട്ടത്തിൽ നമുക്ക് അത്ര കയറുള്ളൂ. അപ്പോൾ ബാറ്ററിയുടെ കേസ് വേറെ പ്രോബ്ലം ഒന്നുമില്ല. വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ ആ ഫംഗ്ഷനും കറക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാണ്ട് വന്നതുകൊണ്ട് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ അതിപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യണത് ഇപ്പോൾ ചോക്ക് കേബിൾ മാറ്റിയിട്ടുണ്ട്. ചോക്കിൻ്റെ സ്റ്റാർട്ടർ യൂണിറ്റ് മാറ്റി അതിൻ്റെ ഉള്ളിൽ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വന്ന് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കൊണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് വേണം നമ്മൾ മെയിനായിട്ട് ചെയ്യണം കേട്ടോ. ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ട്. എൻജിൻ സൈഡിൽ നിന്ന് ടെൻഷനറിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കിയത്തെ വർക്കാണ് നമ്മൾ ചെയ്തേക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്റർ യൂണിറ്റൊക്കെ ചെറിയൊരു പ്രോബ്ലമൊക്കെ ഉണ്ട്. കാരണം സ്ലോ സ്പീഡൊന്നും പ്രോപ്പറായിട്ട് നിൽക്കണില്ല. കറക്റ്റ് സ്ലോ സ്പീഡിലല്ല നിൽക്കണേ. കറക്റ്റ് സ്ലോ സ്പീഡിലല്ല. കാരണം സ്ലോ സ്പീഡ് ഹീറ്റ് ആകുമ്പോൾ ഒരല്പം കൂടുതലൊക്കെ ഉണ്ട്. അത് ഓൾറെഡി കാർബറേറ്ററിൻ്റെ കംപ്ലയിൻസിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സൈലൻസറിൽ നിന്ന് പുകയുടെ പ്രസൻസ് ഉണ്ട്, പുക വന്നുണ്ട്. അത് ഞാൻ മൈനോട്ടായിട്ട് ഓയിൽ കയറി കത്തട്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളത് എക്സ്ചേഞ്ചൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈകാണ്ട് നമുക്ക് ചെയ്യാൻ നോക്കാം പരമാവധിയും. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോൾ പോകെ കംപ്ലയിൻസ് ഇങ്ങനെ പതുക്കെ കൂടി വരും കേട്ടോ. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ആ കംപ്ലയിൻസുകൾ കിട്ടണത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടതൊക്കെ നേരത്തെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഉപയോഗിക്കുക. അതനുസരിച്ചിട്ട് മെയിൻ്റനൻസുകൾ ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങോട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.